നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സൗദിയിൽ സ്കൂൾ തുടർ പഠന അഡ്മിഷന് പുതിയ നിബന്ധനകൾ ചുമത്തുന്നു. കേരളത്തിൽ നിന്ന് സൗദിയിലെത്തുന്ന വിദ്യാർത്ഥികൾ 3 വർഷത്തെ വാർഷിക മാർക്ക് ലിസ്റ്റ് ഹാജരാക്കണം. ബഹ്റൈനിൽ പ്രതിപക്ഷ കക്ഷികളുമായി നടത്തുന്ന ദേശീയ സംവാദം പുനരാരംഭിച്ചു. സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗം പാർട്ടികൾക്കും യോജിപ്പ്. ഒമാനിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നതായി മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. തൊഴിലിനും ഉന്നത പഠനത്തിനുമായി സമർപ്പിച്ച രേഖകളിൽ നിന്ന് 1224 സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തി. സിറിയയിൽ കാലുകുത്താതെയുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തുകയെന്ന് ബറാക് ഒബാമ. തുർക്കിയിലെ US സൈനിക താവളത്തിൽ 4 കാർഗോ വിമാനങ്ങളെത്തി. സിറിയൻ വിഷയത്തിൽ UN രക്ഷാസമിതിയെ വിമർശിച്ച് തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് ഉർദുഗാൻ. അസദ് ഭരണകൂടം രാസായുധം പ്രയോഗിച്ചതിന് തെളിവുണ്ടെങ്കിൽ രക്ഷാസമിതിയിൽ ഹാജരാക്കാൻ അമേരിക്കയോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കുവൈറ്റിൽ വൻ വ്യാജ CD വേട്ട. പുതിയ സിനിമകളുടേതടക്കം 1 ലക്ഷത്തോളം വ്യാജ CDകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. സിറിയൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിനെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുമെന്ന് അമേരിക്ക. എന്നാൽ UN രക്ഷാസമിതിയുടെ അനുമതിയില്ലാത്ത ഏത് സൈനിക നീക്കവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായിരിക്കുമെന്ന് റഷ്യ അറിയിച്ചു. പരിശോധന പൂർത്തിയാക്കി ഐക്യരാഷ്ട്രസഭയുടെ രാസായുധ പരിശോധനാ സംഘം ദമാസ്കസ് വിട്ടു. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചത് അസദ് ഭരണകൂടം തന്നെയെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി പറഞ്ഞു. 426 കുട്ടികളടക്കം 1429 പേർ ഇതിൽ കൊല്ലപ്പെട്ടു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ 4 പേജുള്ള തെളിവുകൾ കെറി വാർത്താസമ്മേളനത്തിൽ വിതരണം ചെയ്തു. രാസായുധാക്രമണത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തുക രാസായുധ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ വിഷയമല്ല. അതിനാൽ അമേരിക്ക സ്വന്തം നിലയിൽ തീരുമാനമെടുക്കുമെന്നും കെറി പറഞ്ഞു. എന്നാൽ വലിയ അളവിലുള്ള സായുധാക്രമണമായിരിക്കില്ല അതെന്ന് കെറി വ്യക്തമാക്കി. It will bear no resemblance to Afghanistan, Iraq, or even Libya. It will not involve any boots on the ground. It will not be open-ended, and it will not assume responsibility for a civil war. മുഴുവൻ ലോകത്തിനും ഭീഷണിയാണ് സിറിയയിലെ സ്ഥിതിഗതികളെന്നും സൈനിക നടപടി കൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ലെന്ന് പിന്നീട് ഒബാമയും വ്യക്തമാക്കി. അതേസമയം അമേരിക്കയുടെ ഭീഷണി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ലുക്കാഷെവിക് പറഞ്ഞു. തെളിവില്ലാതെ ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. Звучавшие из Вашингтона заявления с угрозой применения силы в отношении Сирии неприемлемы. ആക്രമണത്തിന് തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് ഫ്രാൻസും ആവർത്തിച്ചു. അതിനിടെ പരിശോധന പൂർത്തിയാക്കിയ ഐക്യരാഷ്ട്രസഭാ സംഘം ഇന്ന് സിറിയ വിട്ടു. സംഘം സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സിറിയയിൽ ഇടപെടാൻ മടിക്കുന്ന UN രക്ഷാസമിതിക്കെതിരെ ആഞ്ഞടിച്ച് തുർക്കി പ്രധാനമന്ത്രി റജബ് തൊയ്യിബ് ഉർദുഗാന്റെ പ്രസംഗം. തുർക്കി ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഉർദുഗാൻ സിറിയൻ വിഷയത്തിൽ രക്ഷാസമിതിയെ രൂക്ഷമായി വിമർശിച്ചത്. സിറിയൻ പ്രശ്നത്തിൽ റഷ്യയും ചൈനയും പുലർത്തുന്ന സമീപനത്തെയും ഉർദുഗാൻ വിമർശിച്ചു. രക്ഷാസമിതിയെ പ്രവർത്തനരഹിതമായ സമിതിയെന്ന് ഉർദുഗാൻ വിശേഷിപ്പിച്ചു. സിറിയയിൽ നേരിയ തോതിലുള്ള സൈനിക ഇടപെടൽ നടത്തുമെന്ന ജോൺ കെറിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തുർക്കിയിലെ ഇൻകിർക്കിലുള്ള അമേരിക്കൻ വ്യോമതാവളത്തിൽ 4 കാർഗോ വിമാനങ്ങളെത്തി. ഇതോടെ സിറിയയിൽ സായുധ ഇടപെടലിന് അമേരിക്ക തയ്യാറെടുക്കുകയാണെന്ന് വ്യക്തമായി. 5 പടക്കപ്പലുകൾ അമേരിക്ക മെഡിറ്ററേനിയൻ തീരത്ത് വിന്യസിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ F-16 ബോംബർ വിമാനങ്ങൾ ജനുവരിയിൽ നടന്ന സൈനികാഭ്യാസത്തിനു ശേഷം ജോർദനിൽ തുടരുകയാണ്. സിറിയൻ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത B-2 ബോംബർ വിമാനങ്ങളാണ് ഇപ്പോൾ തുർക്കിയിലുള്ളത്. സിറിയയിൽ അമേരിക്കൻ സൈന്യം കാലുകുത്താതെയുള്ള ആക്രമണമാകും ഉണ്ടാവുകയെന്ന സൂചനയാണ് പ്രസിഡന്റ് ബറാക് ഒബാമയും വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയും പങ്കുവച്ചത്. ജയിക്കാൻ തുടങ്ങുന്ന യുദ്ധത്തിൽ സിറിയയിലെ അസദ് ഭരണകൂടം രാസായുധം പ്രയോഗിച്ചുവെന്ന വാദം ശുദ്ധ അസംബന്ധമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. Сирийские правительственные войска наступают. В некоторых регионах они окружили повстанцев. В этих условиях അസദ് ഭരണകൂടം രാസായുധം പ്രയോഗിച്ചതിന് തെളിവുണ്ടെങ്കിൽ അമേരിക്ക അത് UN പരിശോധക സംഘത്തിന് മുമ്പിലും UN രക്ഷാസമിതിയിലും ഹാജരാക്കട്ടെയെന്നും പുടിൻ പറഞ്ഞു. കിഴക്കൻ റഷ്യൻ നഗരമായ വ്ളാഡിസ്റ്റോറിക്കയിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു പുടിൻ. സിറിയയിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടാനുണ്ടായ രാസായുധ പ്രയോഗത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സിറിയൻ സർക്കാരിനായിരിക്കുമെന്നുള്ള അറബ് ലീഗ് നിലപാടിനെ പിന്തുണയ്ക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. കൂടുതൽ രാസായുധ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അസദ് ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ സർക്കാർ ശക്തമായി അപലപിച്ചു.
പാശ്ചാത്യ ശക്തികൾ സിറിയയിൽ സൈനിക ഇടപെടലിന് ശ്രമിക്കുന്നതിനെതിരെ സിഡ്നിയിൽ കൂറ്റൻ പ്രകടനം നടന്നു. സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിനെ പിന്തുണയ്ക്കുന്ന ചിത്രങ്ങളും കയ്യിലേന്തിയായിരുന്നു പ്രകടനക്കാർ അണിനിരുന്നത്. അതേസമയം സിറിയൻ സർക്കാരിനെ എതിർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ സർക്കാർ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിനെയും പ്രതിഷേധക്കാർ എതിർത്തു. മറ്റു വാർത്തകളിലേക്ക്. ഹജ്ജ് തീർത്ഥാടകരെ വരവേൽക്കാൻ മദീന വിമാനത്താവളം ഒരുങ്ങി. തീർത്ഥാടകരെ വരവേൽക്കാൻ ആധുനിക സൗകര്യങ്ങളുള്ള ഖൈമകൾ തയ്യാറാക്കുമെന്ന് മദീന ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു. ഹജ്ജ് സീസണിൽ മദീന വിമാനത്താവളത്തിൽ തീർത്ഥാടകരുടെ സേവനത്തിനായി 7000-ലധികം ഉദ്യോഗസ്ഥരുണ്ടാകുമെന്ന് മദീന അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അറിയിച്ചു. 5ഓളം വിമാന കമ്പനികൾക്ക് കീഴിൽ 1500 വിമാന സർവീസുകളിലായാണ് തീർത്ഥാടകരെത്തുക. യാത്രാ നടപടികൾ വേഗം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. തീർത്ഥാടകരെ സ്വീകരിക്കാൻ 4000 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഖൈമകൾ ഒരുക്കാനും പദ്ധതിയുണ്ട്. ഖൈമകളിൽ ഹജ്ജ് മന്ത്രാലയം ഓഫീസും മറ്റ് സേവന ഓഫീസുകളും പ്രവർത്തിക്കും. മീഡിയ 1, ജിദ്ദ. സൗദിയിൽ സ്കൂൾ തുടർ പഠന അഡ്മിഷന് പുതിയ നിബന്ധനകൾ ചുമത്തുന്നു. കേരളത്തിൽ നിന്ന് സൗദിയിലെത്തുന്ന വിദ്യാർത്ഥികൾ 3 വർഷത്തെ വാർഷിക മാർക്ക് ലിസ്റ്റ് ഹാജരാക്കണം. സൗദി അറേബ്യയിലെ സ്കൂളുകളിൽ തുടർ പഠന അഡ്മിഷന് പുതിയ നിബന്ധനകൾ ചുമത്തിയതായി ഇന്ത്യൻ സ്കൂളുകളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. കേരളത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കെ കുടുംബസമേതം സൗദിയിലേക്ക് വരുന്ന കുട്ടികളെ സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ചേർക്കുന്നതിനാണ് ഈ നിബന്ധനകൾ ബാധകമാവുക. ഇതനുസരിച്ച് സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ചേർന്ന് തുടർ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതാത് സ്കൂളുകളിൽ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് പുറമെ 3 വർഷത്തെ വാർഷിക മാർക്ക് ലിസ്റ്റും സമർപ്പിക്കേണ്ടതുണ്ട്. ഈ മാർക്ക് ലിസ്റ്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി വകുപ്പ്, ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയിലുള്ള സൗദി അറേബ്യയുടെ കൾച്ചറൽ അറ്റാഷയിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത് സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ട സ്കൂളുകളിൽ സമർപ്പിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. 3 വർഷത്തെ മാർക്ക് ലിസ്റ്റുകൾ വ്യവസ്ഥാപിതമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം കേരളത്തിലെ അപൂർവം ചില സ്കൂളുകൾക്ക് മാത്രമേയുള്ളൂ. സ്കൂളുകളിൽ നിന്ന് ഈ മാർക്ക് ലിസ്റ്റ് സംഘടിപ്പിച്ചാൽ തന്നെ അത് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രാവൽ ഏജൻസികളെ ഏൽപ്പിക്കേണ്ടി വരുന്നു. ഇതിന് 4000 രൂപ മുതൽ 8000 രൂപ വരെ സർവീസ് ഫീസ് ഈടാക്കുന്നതായിട്ടാണ് വിവരം. മീഡിയ 1, ജിദ്ദ. ഒമാനിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നാൽക്കാലികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധം പിൻവലിച്ചു. യൂറോപ്പിലെ നാൽക്കാലികൾക്ക് രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലായിരുന്നു നിരോധം ഏർപ്പെടുത്തിയിരുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നിരോധം പിൻവലിക്കുന്നതെന്ന് കൃഷിമന്ത്രി ഡോക്ടർ ഫുആദ് ബിൻ ജാഫർ അൽ സജ്ജാനി അറിയിച്ചു. ഒമാനിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കുന്നതായി മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. തൊഴിലിനും ഉന്നത പഠനത്തിനുമായി സമർപ്പിച്ച രേഖകളിൽ നിന്ന് 1224 സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ജോലിക്കും പഠനത്തിനുമായി വ്യാജരേഖകൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർട്ടിഫിക്കറ്റ് പരിശോധന കർശനമാക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനം. സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് അരങ്ങേറുന്നത്. വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന 1777 സർട്ടിഫിക്കറ്റുകളിൽ ഉപയോഗിച്ച സീലുകൾ വ്യാജമാണ്. അതേസമയം വിദ്യാഭ്യാസ യോഗ്യതയ്ക്കായി സമർപ്പിച്ച 119 സർട്ടിഫിക്കറ്റുകൾ തീർത്തും വ്യാജമായി നിർമ്മിച്ചതാണെന്നും കണ്ടെത്തി. വ്യാജരേഖയുമായി ബന്ധപ്പെട്ട് മന്ത്രാലയം ഇതുവരെ 70 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, ഇറാഖ്, സുദാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളാണ് വ്യാജമാണെന്ന് വ്യക്തമായത്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ വൻ വ്യാജ CD വേട്ട. അഹമ്മദി ഗവർണറേറ്റിലെ വിവിധ ഷോപ്പുകളിൽ നിന്ന് ഇന്നലെ വൈകിട്ട് നടന്ന റെയ്ഡിൽ സിനിമകളുടേതടക്കം 1 ലക്ഷത്തോളം വ്യാജ CDകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. പ്രസ് ആൻഡ് പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ഷോപ്പുകളിൽ നിന്ന് CDകൾ പകർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഥാപന നടത്തിപ്പുകാർക്കെതിരെ കേസെടുത്തു. വരും ദിവസങ്ങളിൽ പരിശോധനകൾ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം തലവൻ മുബാറക് അൽ മുറൈ പറഞ്ഞു. അതേസമയം വ്യാജ CD നിർമ്മാണവും വിപണനവും നിയമവിരുദ്ധമാണെങ്കിലും അധികൃതർ കണ്ണടക്കുന്നതിനാൽ ഇവയുടെ വ്യാപാരം രാജ്യത്ത് സജീവമായി നടക്കുന്നുണ്ട്. അടുത്തിടെ റിലീസ് ചെയ്യപ്പെട്ട പല മലയാള ചിത്രങ്ങളും കുവൈറ്റിൽ CD രൂപത്തിൽ ലഭ്യമാണ്. മലബാർ വിഭവങ്ങൾക്ക് പേരുകേട്ട കുവൈറ്റിലെ ഒരു റെസ്റ്റോറന്റിന്റെ പരസ്യം ഒരു കാലത്ത് സ്ഥിരമായി ഇത്തരം സിനിമാ CDകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മലയാളികളടക്കം നിരവധി പ്രവാസികൾ ഫ്ളാറ്റുകൾ കയറി വ്യാജ CDകൾ വിൽപ്പന നടത്തുന്നതും കുവൈറ്റിൽ നിത്യകാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന്റെ തുടർച്ച അബ്ബാസിയ പോലുള്ള മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചാൽ നിരവധി CD ഷോപ്പുകൾ അടച്ചുപൂട്ടേണ്ടി വരും. മീഡിയ 1, കുവൈത്ത്. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചതിനെ യൂസുഫുൽ കറലാവി ശക്തമായി അപലപിച്ചു. വെള്ളിയാഴ്ച നടന്ന കുത്തുബയിലാണ് അദ്ദേഹം ബഷാറുൽ അസദിനെ രൂക്ഷമായി വിമർശിച്ചത്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഈജിപ്തിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചതിലും സമാധാനപരമായി സമരം ചെയ്തവരെ സൈന്യം കൂട്ടക്കൊല നടത്തിയതിലും പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ റാബിയയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇന്നലെ ജർമ്മനിയിലെ മസ്ജിദുകളിൽ നടന്ന ആഹ്വാനപ്രകാരം ആയിരങ്ങളാണ് ഓരോ പ്രകടനത്തിലും പങ്കെടുത്തത്. അക്രമം ഭീരുക്കളുടെ ആയുധമാണെന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഉൾപ്പെടെയുള്ള പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രകടനത്തിൽ അണിനിരുന്നത്. ദുബൈ നഗരത്തിൽ ബസ്സുകളുടെ സമയക്രമം പുതുക്കി നിശ്ചയിച്ചു. ഒപ്പം നിരവധി പുതിയ റൂട്ടുകളും RTA പ്രഖ്യാപിച്ചു. 88 നഗര റൂട്ടുകളിലാണ് ബസ് സർവീസ് നിലവിലുള്ളത്. ബസ് സർവീസുകളുടെ എണ്ണം ഉയർത്തുകയും സമയത്തിന്റെ അകലം കുറയ്ക്കുകയും ചെയ്തു. റാഷിദ് ടണൽ തുറന്നതോടെ ആ റൂട്ടിൽ ഒട്ടേറെ പുതിയ സർവീസുകൾ ഏർപ്പെടുത്തിയതായി RTA ഉന്നത ഉദ്യോഗസ്ഥൻ ഈസ അൽ ഹാഷ്മി അറിയിച്ചു. 1200 ബസ്സുകളാണ് RTAക്ക് കീഴിൽ ദുബൈ നഗരത്തിൽ സർവീസ് നടത്തിവരുന്നത്. ഷാർജ, ദുബൈ നഗരങ്ങൾക്കിടയിൽ 6 സർവീസുകൾ ഉൾപ്പെടെ 11 ഇന്റർസിറ്റി റൂട്ടുകളും ഇപ്പോൾ നടന്നുവരുന്നുണ്ട്. കുവൈറ്റ് കമ്പനിയുടെ പര്യവേഷണത്തിൽ ഈജിപ്തിൽ പുതിയ എണ്ണപ്പാടം കണ്ടെത്തി. കുവൈറ്റ് എനർജി കമ്പനിയാണ് പടിഞ്ഞാറൻ ഈജിപ്തിലെ അബു സിനാൻ മരുഭൂമിയിൽ പ്രതിദിനം 3500 ബാരൽ ഉൽപ്പാദനക്ഷമതയുള്ള എണ്ണപ്പാടം കണ്ടെത്തിയത്. പുതിയ എണ്ണപ്പാടത്തിന്റെ 50% ഓഹരി പങ്കാളിത്തമുള്ള കുവൈറ്റ് കമ്പനിക്ക് അബു സിനാൻ മേഖലയ്ക്ക് പുറമെ ബുർജ് അൽ അറബ്, മെസാഹ, ഈസ്റ്റ് ഖഥാറ എന്നിവിടങ്ങളിലും എണ്ണഖനികളുണ്ട്. 2008 മുതലാണ് കുവൈറ്റ് എനർജി ഈജിപ്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. അഴിമതിക്കെതിരെയും ഭരണകർത്താക്കളുടെ ആഡംബര ജീവിതത്തിനെതിരെയും ആയിരക്കണക്കിന് ആളുകൾ ഇറാഖിലെ കർബലയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അഴിമതി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം നടന്നത്. രാജ്യത്ത് നിരവധി പേർ പട്ടിണിയിലും അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെയും കഴിയുമ്പോൾ ഭരണകർത്താക്കളുടെ ശമ്പള പെൻഷൻ ഇനത്തിൽ ആയിരക്കണക്കിന് ഡോളറാണ് ഓരോ മാസവും ചെലവാകുന്നതെന്ന് പ്രക്ഷോഭകർ ആരോപിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കുന്നതിലും ഭരണകൂടം പരാജയമാണെന്നും പ്രക്ഷോഭകർ പറഞ്ഞു. ഒമാനിൽ തൊഴിൽ നിയമം ലംഘിച്ചതിന് 291 പ്രവാസികൾ അറസ്റ്റിൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന റെയ്ഡിലാണ് ഇത്രയും പേർ പിടിയിലായത്. നേരത്തെ പിടികൂടിയ 185 പ്രവാസികളെ സ്വദേശത്തേക്ക് നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു.